വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടിത്തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടിത്തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല വിശുദ്ധ ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദിയപ്പാ, സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ സുബോധത്തോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും എൻ്റെ അപ്പൻ്റെ പാദപിടത്തിലോട്ട് നോടി കൂടുവാൻ തക്കണം സഹായിച്ച വൻകൃപയ്ക്കായി നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. കർത്താവിൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയമക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളുമുണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങളെയും സമർപ്പിക്കട്ടെ. എൻ്റെ അപ്പച്ചൻ ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നതെയും ഉള്ളതുപോലെ അറിയുന്ന കർത്താവാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാണ്. ഞങ്ങൾക്ക് എന്ത് പ്രയാസമുള്ള കാര്യങ്ങളായാലും എൻ്റെ അപ്പച്ചൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാനായിട്ട് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ അപ്പൻ്റെ പാദപീഠത്തിലോട്ട് കടന്നു വരുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായി കടന്നു വരികയാണ്. എൻ്റെ അപ്പച്ചനുള്ളതുപോലെ അറിയുന്ന കർത്താവാണ്. എൻ്റെ ദൈവം ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥന, മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന ദൈവമാണ്. തകർച്ചയോടും ഭാരത്തോടും അങ്ങയുടെ പാദപീഠം ചേർന്ന് കടന്നതിന് ഒരു മക്കളിൽ ലജ്ജിച്ചു പോകാനോടൊന്നും സമ്മതിക്കുന്ന ദൈവമല്ല. എൻ്റെ അപ്പൻ ഞങ്ങളെ മാനിക്കും, നിശ്ചയമായും സഹായിക്കും, ഞങ്ങളോട് കൂടെയിരിക്കും, ഞങ്ങളെ അനുഗ്രഹിക്കും. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തോണേ കർത്താവേ. ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവരെ വളർത്തിത്തരണമേ. അവരുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടണം, അവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടണം, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം, തന്ന കൊച്ചു തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം കർത്താവേ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും ജയത്തോടെ കാത്തോണേയപ്പ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മെഡിസിനും BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്ന മക്കൾ, OIT IELTS ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കാത്തിരിക്കുന്ന മക്കൾ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവർ, മെഡിക്കൽ കഴിഞ്ഞ് നിൽക്കുന്നവർ, ഇതിനായിട്ടൊക്കെ കാത്തിരിക്കുന്ന മക്കളെ എല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു. നാഥ, അവിടുന്ന് ഓരോ മക്കളെയും സഹായിക്കണേ, അത്ഭുതവും ജയമായി നടത്തണമേ, അവരാഗ്രഹിച്ച തുറമുഖത്ത് കൊണ്ടുവന്ന് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സമയഹാലലിയ കർത്താവേ, ജോലി ചെയ്യുന്ന മക്കളെയൊക്കെ ബലപ്പെടുത്തി സമാധാനത്തോടെ കാത്തോണേ. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന തക്ക തുണയൊരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. എൻ്റെ കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തോണേ കർത്താവേ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിച്ചാട്ട് കർത്താവേ. ദൈവമേ, കടഭാരത്ത് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന നാഥ, വിടുവിക്കണമേ അപ്പാ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ കർത്താവേ. ദൈവമേ, ഭവനം പണിയുന്ന മക്കളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണമേ. ദൈവമായ കർത്താവേ, വാടക ഭവനങ്ങളിൽ കഴിയുന്ന മക്കളുണ്ടപ്പാ. ഭവനമില്ലാത്ത മക്കൾക്ക് എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഭവനം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചില നീറുന്ന വേദനകളുടെ നടുവിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ചില വിഷയങ്ങളുണ്ട് കർത്താവേ. അതിൻ്റെ നടുവിൽ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ കരുതി നടത്തിയ ദൈവമാണ്. വീണ്ടും ഈ വിഷയത്തിന്മേലും ഭാലയിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവുള്ള തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥ, തൻ്റെ മക്കളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവ്, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുത വഴി തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചു നിൽപ്പാൻ കൈനീട്ടുവാൻ അനുവദിക്കാതെ ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു.
എൻ്റെ കർത്താവ് ഈ സമയം ഹാലലുയ കർത്താവ് ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും പൊന്നപ്പച്ചൻ്റെ കരങ്ങളിലോട്ടൊന്ന് തരിക. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. എല്ലാ മക്കൾക്കും വേണ്ടുന്നത് കൊടുത്ത് തൃപ്തിയോടെ നടത്തണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രയാസ പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കണമേ. നന്മയും അനുഗ്രഹവും നൽകി സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ മുൻകരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്ന സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണ എല്ലാ മുഖാന്തരവും സ്വർഗം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും സ്വർഗം സമാധാനത്തോടെ കാത്തോണേ കർത്താവെ. ഞങ്ങളുടെ പൈതങ്ങളെല്ലാം വളർത്തി തരണമേ കർത്താവെ. പൊടിപ്പൈതങ്ങളെ ബാലപിടിയെന്ന് വിടുവിച്ച് വളർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു മുതിർന്നു വരുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. ഓരോ മക്കളുടെ യാത്രകളിൽ കൂടെയിരിക്കണമേ കർത്താവ്. ഹല്ലേലൂയ കർത്താവ്. ഈ സമയം വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. എൻ്റെ അപ്പച്ച ഓരോ വാഹനത്തിലും അപ്പൻ്റെ കരം ചേർത്ത് പിടിച്ചോണേ. ആപത്ത് അപകടങ്ങളിൽ എല്ലാവരെയും വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ. എല്ലാ സമാധാനവും സന്തോഷവും സൗഖ്യവും സമൃദ്ധിയും ഓരോ മക്കൾക്കും നൽകി സഹായിച്ചാട്ട്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും കൊടുത്ത് കർത്താവ് ഓരോരുത്തരെയും കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയം ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾ വിദുരിതകളിലൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പാ. മാതാവും പിതാവുമായ ഓരോ മക്കളോടും കൂടെ ഇരുന്നവരെ സഹായിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്ത മക്കൾക്ക് ആരോഗ്യം ബലവും കൊടുത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇടപെടുന്ന ആൾക്കാരെ ഒരുക്കി നല്ല ശമ്പളമൊക്കെ ലഭിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ വസിപ്പാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, സ്തോത്രം. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ നിന്നൊക്കെ ഞങ്ങളുടെ രാജ്യങ്ങളെല്ലാം കാത്തോണേ കർത്താവെ. ദൈവമായ കർത്താവെ, സ്തോത്രം സ്തോത്രം. ദൈവമുള്ള ജനത്തെ ഒരുക്കണമേ. ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമമാകിയാൽ ഈ നാമം വളരണം, ഈ നാമം ഉയരണം കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവമായ കർത്താവെ, വേർപാട്ട് ദുഃഖം അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. ആർക്കും കൊടുക്കാൻ പറ്റാത്ത പ്രത്യാശയും ദൈവമായ കർത്താവെ കൃപയും ഓരോ മക്കൾക്കും കൊടുത്ത് ആശ്വസിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയഹാലിലെ രോഗികളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിന് കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, എൻ്റെ കർത്താവെ, സ്തോത്രം. ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ ഉള്ളവർ, പനിയാലും ചുമയാലൊക്കെയും ഭാരപ്പെടുന്നവർ, ശ്വാസതടസ്സത്താൽ ബുദ്ധിമുട്ടുന്നവർ, തൈറോയിഡുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, കിടക്കയിലായിരിക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവരൊക്കെ ഉണ്ടപ്പോൾ ദേഹവാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, കർത്താവെ, പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന എൻ്റെ സ്വർഗം സഹായിക്കണം സഹായിക്കണം. ആശ്വസിപ്പിച്ച കൃപയിൽ കാത്തുകൊള്ളണം. എൻ്റെ കർത്താവ് എല്ലാ രോഗിക്കും നല്ല വൈദ്യനാപ്പാ. നന്ദി നന്ദി നന്ദി. മരുന്നും വൈദ്യനുമാ കർത്താവെ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട്, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങളുണ്ട്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട്, പച്ചവയുടെ ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ, പല്ലിൻ്റെ വേദനയാൽ ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ, എൻ്റെ കർത്താവ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. എൻ്റെ അപ്പൻ്റെ അദൃശ്യമാർന്ന കരം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണം. നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഓരോ മക്കളെയും കർത്താവ് സഹായിച്ച് സൗഖ്യത്തിൽ കാത്തുകൊള്ളണം. ഞങ്ങളുടെ ആവശ്യം പറഞ്ഞ് ഞങ്ങളെ കരുതണമേ. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണേ. മാതാപിതാക്കളെ സംരക്ഷിക്കണമേ. അനാഥരെയും വിധവകളെയും പരിപാലിക്കണേ കർത്താവ്. ഞങ്ങളുടെ യുവതീവാക്കന്മാരെ കാത്തോണേ. ഹരിതാസലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ. സമാധാനത്തോടെ ഓരോ മക്കളെയും പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഓരോരുത്തരെയും നിറയ്ക്കണം. മഹത്വം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.